Hi friends, welcome back. നമുക്ക് ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 39 റിവ്യൂ പറയാനേക്ക് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഫസ്റ്റ് തന്നെ മോർണിംഗ് സോങ്ങാണ് കാണിച്ചത്. കസ്തൂരി എൻ്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ, ആ സോങ് ആയിരുന്നു മോർണിംഗ് സോങ്. അത് കഴിഞ്ഞിട്ട് അടുത്തതായി കാണിച്ചത് അനീഷ് ഷാനവാസ് അവരുടെ ടോക്കാണ്. ഷാനവാസിനോട് അനീഷ് പറയണേ, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയതാണ്, അവിടെ ആരാണെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല എന്നുള്ള രീതിയിലൊക്കെ കയ്യിൽ കടിച്ചതിനെ കുറിച്ചിട്ട് പറയണേ. അപ്പോൾ ഷാനവാസ് പറയണ അനീഷിനോട്, ആരായാലും വായിലേക്കൊരു വിരൽ വരുമ്പോഴേക്കും ഇങ്ങനെ കടിച്ചു മുറിക്കാനൊക്കെ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അനീഷ് പറയണ, അപ്പം അത്ര നേരം കൂളായി അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അനീഷ്, അത് നീ അർഹിക്കുന്നതാണ്, അതുകൊണ്ടാണ് നിനക്ക് തന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയണേ. എന്നിട്ട് ഷാനവാസ് പറയുന്നുണ്ട്, ഈ വീട്ടിൽ നിന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയതും നിന്നെ സ്നേഹിക്കുന്നതും ഞാനാണ്, എന്നിട്ടും നീ ഇങ്ങനെയാണോ പറയണതെന്നൊക്കെ ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, എന്നെ ആരും സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും വേണ്ട, ഞാൻ ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നത്, ഗെയിം കളിക്കുകയാണ്, എനിക്ക് അങ്ങനെ ഒരു കാര്യമൊന്നും ഇവിടെ ആവശ്യമില്ല എന്നുള്ള രീതിയിലൊക്കെ അനീഷും ഷാനവാസും സംസാരിക്കുന്നതാണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് വീക്ക്ലി ടാസ്കിനെ കുറിച്ചിട്ടാണ്. അതായത് ഗോൾഡ് കോയിൻ കയ്യിലുള്ളവർ, മറ്റേ വർക്ക് ചെയ്തിട്ട് ചെരുപ്പുണ്ടാക്കൽ വർക്ക് ചെയ്തിട്ട് ഗോൾഡ് കോയിൻ കയ്യിലുള്ളവർ സർക്കസിൻ്റെ ഇതിലുള്ളവർക്ക് കൊടുക്കണം. ജോലി ചെയ്യുന്നവരുടെ കയ്യിൽ ഗോൾഡ് കോയിൻ ഉണ്ടായിട്ട് കാര്യമില്ല, അതിനിവിടെ വാല്യൂ ഇല്ല. സർക്കസ് ചെയ്യുന്നവർക്ക് വേണം ഗോൾഡ് കോയിൻ കൊടുക്കാൻ, അവരാണ് പണിപ്പുര ടാസ്കിൽ പോവുള്ളൂ. ഏറ്റവും കൂടുതൽ അവരുടെ കയ്യിൽ ആരുടെ കയ്യിലാണോ ഗോൾഡ് കോയിൻ അവരാണ് പണിപ്പുര ടാസ്കിൽ കയറുക എന്ന് പറഞ്ഞ് ഗോൾഡ് കോയിൻ കയ്യിലുള്ളവരൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിന്നി എണീച്ചിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് പേര് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഷാനവാസും മസ്താനിയും കൊടുക്കുന്നില്ല. അപ്പോൾ ആരൊക്കെ കൊടുത്തതെന്ന് വെച്ചാൽ, അപ്പോൾ ബിന്നി എണീച്ചിട്ട് കൊടുത്തു, അനീഷിന് കൊടുത്തു, ആദില ജിസേലിന് കൊടുത്തു, ലക്ഷ്മി നിവീനിന് കൊടുത്തു, ജിഷിൻ സാബുമാന് കൊടുത്തു. അപ്പോൾ ഈ ഷാനവാസും മസ്താനിയും മാത്രമാണ് കൊടുത്തില്ല. അവർ ജസ്റ്റ് നാളെ കൊടുക്കാൻ. പക്ഷേ ഇന്നത്തെ ടാസ്കിൻ്റെ എന്താണോ അത് ഇന്നാണ് കണക്കാക്കുള്ളൂ, നാളത്തെ നാളെയും. അപ്പോൾ ഇന്ന് കൊടുക്കാത്ത ഗോൾഡ് കോയിൻസ് എല്ലാം മേടിച്ച് വെച്ചിട്ട് മറ്റേ നമ്മുടെ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു. അപ്പോൾ അവരുടെ കയ്യിലും ഇല്ല, ഇവരുടെ കയ്യിലും ഇല്ല, അത് അവർക്ക് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഷാനവാസും മസ്താനിയും കൊടുത്തില്ല. അത് കയ്യിൽ വെച്ചിട്ട് നാളെ കൂട്ടിയിട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ടായിരിക്കും കൊടുത്തില്ല. കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മുടെ ക്യാപ്റ്റൻ്റെ കയ്യിൽ കൊടുത്തിട്ട് സ്റ്റോർ റൂമിൽ വെക്കാനും ബിഗ് ബോസ് പറഞ്ഞു. പക്ഷെ അവർക്ക് അത് എന്തോ പോലെ, കാരണം ബിഗ് ബോസ് പ്രത്യേകിച്ച് പറഞ്ഞതാണ്, കൊടുക്കൂ, നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട്, തൊഴിലാളികളുടെ കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല, അത് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നവർക്ക് കൊടുത്താൽ അവരാണ് പണിപ്പുരയിൽ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ടും കൂടെ കൊടുക്കാതെ മിണ്ടാതിരുന്നാണ്. അപ്പോൾ അത് സ്റ്റോർ റൂമിലേക്ക് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പൗഡർ റൂമിൽ അനുമോൾ നിൽക്കുമ്പോൾ പ്രവീൺ വരികയാണ്. എന്നിട്ട് ഇവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ബിഗ് ബോസ് അത്ര ഇതായിട്ട് പറഞ്ഞിട്ടും കൂടെ ഷാനവാസ്ക്കൊന്നും കൊടുത്തതേ ഇല്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? ഞാൻ വിചാരിച്ചു എണീസ് നിന്നപ്പോൾ കൊടുക്കാനായിരിക്കുന്നു, പക്ഷേ എണീസ് നിന്നിട്ട് നമ്മുടെ ക്യാപ്റ്റൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്തത്. എന്ത് മനുഷ്യന്മാരാണ് ഇവരൊക്കെ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് ജിഷിനെ പിടിച്ച് വലിച്ചിട്ട് അതിൽ വരികയാണ്. എന്നാലും ഈ ആടിനൊരു ഗോൾഡ് കോയിൻ കൊടുക്കായിരുന്നു, കൊടുക്കാതിരുന്നത് മോശമായി പോയല്ലേ, ആടിന് സങ്കടമായിടും. ഇങ്ങനെ അനുമോൾക്ക് ഈ എന്താ പറയുക, ഈ വീക്കിൽ വലിയ കോണ്ടന്റ് ഇല്ല, പക്ഷെ അനുമോളെ ഇട്ട് ചൊറിയുന്നുണ്ട്, എന്തെങ്കിലും ഇതാവാൻ അതിലെ സംസാരിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അനുമോള് മിണ്ടുന്നില്ല, ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ എന്നുള്ള രീതിയിൽ വന്നിട്ട് ഓണിയലിനോട് പറയുന്നുണ്ട് ജിഷിന്, ഓണിയലിനെങ്കിലും കൊടുക്കായിരുന്നു ആർക്കെങ്കിലും എന്നൊക്കെ പറയുമ്പോൾ ഓണിയൽ അവിടെ നിന്ന് എണീച്ചിട്ടുണ്ട്. അതായത് ട്രിഗർ ചെയ്യണ പോലെ തമാശ. എൻ്റെ ജിഷാണ്, ഓണിയലിന് ട്രിഗർ ആയിട്ടുണ്ട്, ടെപ്പ് എണീച്ച് പറയുമ്പോൾ ഓണിയൽ അവിടെ നിന്ന് എണീച്ച് വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് കൊടുക്കാൻ തോന്നിയാലും അനുമോൾക്ക് ഞാൻ കൊടുക്കാൻ പോണില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട്, പിന്നെ അനുമോളിനെ എല്ലാവരും അക്ബറും ഊണിൽ എല്ലാവരും കൂടെ ചെന്നിട്ട് എന്നാലും ആടിന് കൊടുക്കായിരുന്നു എന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെയാണ് അവിടെ കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് കാണിച്ചത് ടാസ്കിൻ്റെ 2ാം ഘട്ടം തുടങ്ങി. അപ്പോൾ 2ാം ഘട്ടത്തിൽ ഒരു മെഷീനേ ഉള്ളൂ. ഇന്നലെ 2 മെഷീനാണ് കൊടുത്തത്. ഒരു മെഷീന് ആര് വാടകയ്ക്ക് വാങ്ങിയിട്ട് പോയി, അതുകൊണ്ട് ഒരു മെഷീനേ ഉള്ളൂ. 50 ചെരുപ്പ് ഉണ്ടാക്കണം, ഇന്നലത്തെ സമയം തന്നെയാണ് എന്നുള്ള രീതിയിലൊക്കെ പറയണം. അതിനു മുമ്പേ നമ്മുടെ യൂണിയൻ ലീഡർ തീരുമാനിച്ചിട്ടുണ്ട്, ഇന്ന് വർക്കൊന്നും ചെയ്യില്ല, ഇന്ന് സമരമാണ്. കാരണം അവർക്ക് മനസ്സിലായി, നൂറ ഇന്നലെ അവിടെ പൊതുവേ ഇരുന്നാണ് പറഞ്ഞത്, ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് പണിയുണ്ട് എന്ന് ബിഗ് ബോസ് എന്നെ കൺഫെഷൻ റൂമിൽ വിളിച്ച് പറഞ്ഞു. അതവിടെ നൂറൊക്കെ പറയേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി എന്തോ പണി നൂറൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം അത് മേടിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ ഓണിയൽ
അഭിലാഷ് ആൻഡ് അക്ബർ ഇവർ മൂന്നുപേരും കൂടെ തീരുമാനിക്കുകയാണ്. അവർക്ക് അറിയാം അവൾക്ക് കിട്ടിയ എന്തോ ഇമ്മ്യൂണിറ്റി പവറിൻ്റെ കാര്യമാണ് ഇതെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ എന്തായാലും അത് നടത്താതിരിക്കുക, അത് അവൾക്ക് കിട്ടാതിരിക്കുക എന്നുള്ളതിന് വേണ്ടി പണിയെടുക്കാതിരിക്കുക എന്നവർ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ എല്ലാവരെയും കൂട്ടിയിട്ട് പണിയെടുക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ വരികയാണ്. ഭൂഷോ മുതലാളിയാണ്, ചെയ്ത ജോലിക്ക് ശമ്പളം തരുന്നില്ല എന്നുള്ള രീതിയിൽ ഇംഗ്ലണ്ട് സിന്ദാബാദ് എന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനിടയിൽ ടാസ്ക് പറയുന്നതിൻ്റെ ഇടയിൽ ബിഗ് ബോസ് ഒരു പണിയും കൂടെ നമ്മുടെ ന്യൂറക്ക് കൊടുക്കുന്നുണ്ട്. ഇന്നലെ ബിഗ് ബോസ് എന്താണെന്ന് വെച്ചാൽ ഗോൾഡ് കോയിൻ ആർക്കും കൊടുക്കാത്ത ഗോൾഡ് കോയിൻ വാങ്ങിച്ച് സ്റ്റോർ റൂമിൽ വെക്കുകയും പക്ഷേ ബ്ലാക്ക് കോയിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് ഇന്ന് എന്താ പറയുന്നത് വെച്ചാൽ ബ്ലാക്ക് കോയിൻ ന്യൂറ കൊടുക്കാതിരുന്നാൽ അത് ന്യൂറയുടെ അക്കൗണ്ടിൽ ബ്ലാക്ക് കോയിൻ കൂട്ടും. അതായത് ന്യൂറക്ക് ആ ഇമ്മ്യൂണിറ്റി പവർ കിട്ടാതിരിക്കുക എന്നതാണ് അവിടെ ബിഗ് ബോസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗോൾഡ് കോയിൻ കയ്യിൽ വെച്ചാൽ അതിന് വാല്യൂ ഇല്ല, ബട്ട് ബ്ലാക്ക് കോയിൻ കയ്യിൽ വെച്ചാൽ അത് ന്യൂറയുടെ അക്കൗണ്ടിൽ തന്നെ ചേർക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ തൊഴിലാളി യൂണിയൻ ലീഡർ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ ബിന്നി പോയി ചോദിക്കുന്നുണ്ട്, ഒരു യൂണിയൻ ലീഡർ എന്ന് വെക്കുമ്പോൾ തൊഴിലാളികളോട് ഒരു തീരുമാനം എന്താണ്, അല്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയണം. അത് പറയാത്ത പക്ഷം പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്താൽ ഞങ്ങൾ കൂടെ നിൽക്കില്ല എന്ന് ബിന്നി വന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ടാസ്കിനുള്ള സമയമായി എല്ലാവരും ആക്ടിവിറ്റി റൂമിലേക്ക് പോകുന്നുണ്ട്. ഓടിപ്പോയിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ അക്ബറും കൂട്ടരും എന്ന് പറഞ്ഞാൽ ഈ അഭിലാഷ്, ഒണിയൽ, മസ്താനി പിന്നെയാണ് ചേർന്നത്. പക്ഷെ ഇവരുടെ പ്ലാനിങ്ങിൽ മസ്താനി ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഒന്നും അങ്ങനെ നിന്നില്ല, പിന്നെ മസ്താനിയും കൂടുകയും ചെയ്തത്. ഇവർക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നില്ല, ചുറ്റിക, അതുപോലെ മിഷ്യൻ, ചെരുപ്പുണ്ടാക്കേണ്ട സാധനങ്ങളൊക്കെ ബ്ലേഡൊക്കെ എടുത്ത് മാറ്റി വെക്കുകയാണ്, ഓടിപ്പോയി മാറ്റുന്നു. ഇവർക്ക് കിട്ടിയത് ഇവർ മാറ്റുന്നത്, അവർക്ക് കിട്ടിയത് അതിന് നല്ല പിടിയും വലിയൊക്കെ ആകുന്നുണ്ട്. ചുറ്റിക കൈ തട്ടിയിട്ട് അക്ബറുടെയും ന്യൂറയുടെയും കൈ മുറിയുന്നുണ്ട്. ഇവർ കൊടുക്കുന്നില്ല. ഭയങ്കര എന്താ പറയുക, ഗെയിമാണോ ചോദിച്ചാൽ അത് ഗെയിമാണ് കളിച്ചത്. അക്ബർ നല്ലൊരു ഗെയിം തന്നെയാണ് കളിച്ചത്. അക്ബറിന് കൊടുത്ത ക്യാരക്ടർ കറക്റ്റായി ചെയ്തു എന്ന് തന്നെ പറയണം. പക്ഷേ ന്യൂറയും അതുപോലെ തന്നെയാണ്, ന്യൂറയുടെ ക്യാരക്ടർ കറക്റ്റായി ചെയ്തു. അതിൽ ഇവരൊക്കെ പണിയെടുക്കാൻ നോക്കുമ്പോൾ അപ്പോൾ കുറച്ച് പേര്, അതായത് ലക്ഷ്മിയും മസ്താനി എന്ത് ചെയ്തെന്നാണ്, ഞങ്ങൾക്ക് നേരത്തെ ശമ്പളം തരുകയാണെങ്കിൽ ഞങ്ങൾ പണിയെടുക്കാം, യൂണിയൻ ലീഡർ പറഞ്ഞത് കേൾക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ന്യൂറ ക്യാഷ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പണിയെടുത്തിട്ട് ഈ ലക്ഷ്മി കുറച്ച് നേരം പണിയെടുക്കുന്നുണ്ട്. മസ്താനി ക്യാഷ് വാങ്ങിയിട്ട് വെറുതെ ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ യൂണിയൻ ലീഡറിൻ്റെ കൂടെ നിൽക്കുള്ളൂ പറഞ്ഞിട്ട് ക്യാഷ് വാങ്ങിയിട്ട് പോവുകയാണ് ചെയ്തത്. ക്യാഷ് മീൻസ് ഗോൾഡ് കോയിൻ മേടിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. അതിൻ്റെ ഇടയിൽ ഷാനവാസ് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അങ്ങോട്ടും നിൽക്കുന്നില്ല, ഇങ്ങോട്ട് അവൻ്റെ അഭിപ്രായം എന്താണെന്ന് പറയുന്നില്ല. വെറുതെ കൈയും കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നി എന്താ ഇപ്പോൾ ഒന്നും ചെയ്യാത്തത്, ഒന്നില്ലെങ്കിൽ ആ ഭാഗത്ത് നിൽക്കാം അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിൽക്കാം. ഇത് ഒരു ഭാഗത്തുമില്ല. ഇവർ പിടിയും വലിയാകുന്നു, വലിച്ചെറിയുന്നു, സാധനങ്ങളൊക്കെ എടുത്ത് എറിയണൊക്കെ പറയും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഷാനവാസ് മിണ്ടുന്നില്ല. ആ ഭാഗത്ത് നിൽക്കുള്ള ഈ ഭാഗത്ത് നിൽക്കുള്ള ജിഷിനും അക്ബറൊക്കെ നല്ല പിടിയും വലിയും എല്ലാം ആവുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഷാനവാസ് മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആദിലേക്ക് ന്യൂറനെ ചെയ്യുകയും പിന്നെ ഈ കയ്യിൽ മുറിവാക്കുകയും ചെയ്യുമ്പോൾ ആദിലേക്ക് ഭയങ്കര ഹേർട്ടായ പോലെ ആയി. കാരണം ന്യൂറൻ്റെ ഇതിലേക്ക് എല്ലാവരും കൂടെ പോവുകയാണ്, ഓപ്പോസിറ്റായിട്ട് എല്ലാവരും കൂടെ പോവുകയാണ്, സമ്മതിക്കുന്നില്ല, പിടിയും വലിയും നടക്കുകയാണ്. പക്ഷെ ആദില അപ്പോൾ ഇരുന്നിട്ട് മറ്റേ ചെരുപ്പിൻ്റെ മിഷീൻ വാങ്ങിച്ചിട്ട് ചുറ്റികയും കൊണ്ട് അടിക്കണ സീനൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ അടച്ചോനെ ഈ ചുറ്റികടുത്ത് ദേഷ്യം വന്നിട്ട് ആരുടെങ്കിലും തലയൊക്കെ അടിക്കും, ആ രീതിയിലായിരുന്നു ആദിലൻ്റെ ദേഷ്യം കൊണ്ടുള്ള ആ അടിയൊക്കെ കണ്ടാൽ. പക്ഷെ അതൊന്നും എനിക്ക് തോന്നുന്നു നമ്മുടെ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. ലൈവ് കണ്ടവർക്ക് അറിയാം അതിലേക്ക് അത്രത്തോളം ഈ ന്യൂറനെ എല്ലാവരും ചെയ്യണ കണ്ടിട്ട് വിഷമമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കോംപ്രമൈസ് ചർച്ചകളൊക്കെ വിളിക്കുന്നുണ്ട്, നമ്മുടെ ന്യൂറ വിളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെയ്യാം, ഞാൻ നേരത്തെ കാശ് തരാം എന്നൊക്കെ പറയുമ്പോൾ അക്ബർ പറയുന്നുണ്ട് എല്ലാ കോയിൻസും ഇവിടെ നിരത്തി വെച്ചാൽ മാത്രം ഞങ്ങൾ പണിയെടുക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ന്യൂറ പറയുന്നുണ്ട് ഓക്കെ എനിക്ക് കുഴപ്പമില്ല, ഞാൻ കോയിൻസ് നിങ്ങൾക്ക് തരാം, എനിക്ക് 50 ചപ്പൽസ് ഉണ്ടാക്കിയാൽ മാത്രം മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ബിഗ് ബോസ് വിളിച്ച് പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാവും ന്യൂറ, എവിടെയാണ് ഏത് ഇതിലാണ് ജോലി ചെയ്യണേക്ക് മുമ്പ് ശമ്പളം കൊടുക്കുക, ജോലി കഴിഞ്ഞിട്ട് ഞാൻ പറയുമ്പോൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ പറയുന്നുണ്ട്. അപ്പോൾ ന്യൂറ പറയുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അവിടെ പോയിട്ട് തീർച്ചയായും ഞാൻ തരാം, നിങ്ങൾ ദയവ് ചെയ്ത് ജോലി ചെയ്യണം, എനിക്ക് ഈ 50 ചപ്പൽ ഉണ്ടാക്കിയാൽ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾക്കൊന്നും ചെയ്യില്ല, ഞങ്ങൾ ചെയ്യില്ല, ഇത് യൂണിയൻ ലീഡറിൻ്റെ തീരുമാനമാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹൗസിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അനുമോൾ ഇരിക്കുന്നുണ്ട്, പ്രവീൺ ഇരിക്കുന്നുണ്ട്, നിവീൻ പറയുന്നുണ്ട്
ജിസേൽ നീ എന്ത് സുന്ദരിയാണ്, നീ നിൻ്റെ കാര്യങ്ങൾ കറക്റ്റായി നോക്കുന്നുണ്ട്, നിൻ്റെ ഫുഡിൻ്റെ കാര്യമാണെങ്കിലും നിൻ്റെ സ്കിന്നിൻ്റെ കാര്യമാണെങ്കിലും നിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നീ അടിപൊളിയായി നോക്കുന്നുണ്ട്, നീയാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ സുന്ദരി, ഇവിടെ ഓരോരുത്തരുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അനുമോളെ കിടന്ന് ചൊറിയുന്നതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അനുമോളുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, കുറേയൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, നീ കരയടി, നിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരട്ടെ നിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും, ഓരോരോ ആർട്ടിഫിഷ്യൽ കുടുംബശ്രീകൾ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി അവിടുന്ന് പോകുന്നുണ്ട്, കിച്ചണിലേക്ക് പോകുന്നുണ്ട് വെള്ളം കുടിക്കാൻ എന്തുകൊണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, കുറച്ച് വാക്കുകളൊക്കെ കുറച്ച് സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ നന്നായിരിക്കും എന്നുള്ള രീതിയിൽ അനീഷ് പറയുന്നുണ്ട്. എന്നിട്ട് നിവിൻ പറയുന്നുണ്ട്, കേൾക്കണ്ണവൻ്റെ ചെവിയിലാണ് കുരു, അല്ലാതെ ഞാൻ പറയണതല്ല കുഴപ്പം, നിങ്ങളെപ്പോലെ മാലാക കളിക്കാനല്ല ഞാൻ ഇവിടെ വന്നേക്കണേ, ഞാൻ ഗെയിം കളിക്കാനാണ് വന്നത്, എൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ കൊടുങ്കാറ്റ് എന്നാണ്, അപ്പം അതിനനുസരിച്ച് ഞാനിവിടെ പെരുമാറുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അനീഷ് പറയുന്നുണ്ട്, കുറച്ചൊക്കെ നോക്കി പെരുമാറിക്കൊള്ളാം, അല്ലെങ്കിൽ കിട്ടണത് മേടിച്ചിട്ട് പോകേണ്ടി വരും എന്നുള്ള രീതിയിൽ അനീഷ് പറയുന്നുണ്ട്. നിവിൻ കോമഡി ആയിട്ട് കളിക്കുന്നുണ്ട്, എൻ്റർടൈനർ ആകുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ആ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള നിവിൻ പുറത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറേയൊക്കെ ആക്ടിങ് ആണ് കാണിക്കുന്നത്, അത് മനസ്സിലാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും കാണിക്കുന്നത് ആക്ടിവിറ്റി ഏരിയ ആണ്. എത്ര ഇതുണ്ടാക്കിയെന്ന് ചോദിക്കുന്നുണ്ട് നോറയോട് ബിഗ് ബോസ്. അപ്പം നോറ പറയുന്നുണ്ട് 25 ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഗെയിമിൽ നോറ തോറ്റു, കാരണം ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി നാളത്തെ ഗെയിമിലാണ് ഒന്നുകൂടെ ചെയ്തില്ലെങ്കിൽ നോറയുടെ ഇമ്മ്യൂണിറ്റി പവർ എന്തായാലും പോവും. അപ്പോൾ 25. അപ്പോൾ ഗോൾഡ് ആർക്കൊക്കെ കൊടുക്കണം, വീതം ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ഗോൾഡ് വന്നിട്ട് നമ്മുടെ ഈ 25 ചെരുപ്പ് ഉണ്ടാക്കാനും കട്ടക്ക് നോറയുടെ കൂടെ നിന്ന് ആരൊക്കെയെന്ന് വെച്ചാൽ ബിന്നി, ആദില, ജിഷിൻ, ഇവർ 3 പേരും പിന്നെ നോറയും കൂടെ ചേർന്നിട്ടാണ് ഈ 25 ചെരുപ്പുകൾ ഉണ്ടാക്കിയത്. അതിൻ്റെ ഇടയിൽ അവർ പിടിച്ച് വലിച്ച് സാധനങ്ങളൊക്കെ വലിച്ചുകൊണ്ടുകൊണ്ട് ടേബിള്, കസേര, മുതലാളിയുടെ കസേര ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടേബിളൊക്കെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയിട്ടുണ്ട് അക്ബറും ആൾക്കാരൊക്കെ. അപ്പം അടുത്തതായിട്ട് കോയിന് വിതരണം ചെയ്യണം. അതിൽ 9 കോയിനാണ് നോറൻ്റെ അടുത്ത് ഉണ്ടായത്. അതിൽ 3 വീതം വെച്ചിട്ട് ജിഷിൻ, ബിന്നി, ആദില ഇവർക്ക് 3 പേർക്കും 3 വെച്ചിട്ട് കൊടുക്കുകയും ചെയ്തു. ബ്ലാക്ക് കോയിൻ വന്നിട്ട് അക്ബറിന് ഒരെണ്ണവും അബിക്ക് 2 കൊടുത്തു. എന്തുകൊണ്ട് അക്ബറിന് 1 കൊടുത്തു എന്ന് വെച്ചാൽ അക്ബറിന് 2 കൊടുത്താൽ വീണ്ടും നാളത്തേൽ അക്ബർ പണി എടുത്തില്ലെങ്കിൽ പണി വീണ്ടും കിട്ടുന്നത് നോറക്കാണ്. അതുകൊണ്ടായിരിക്കും അക്ബറിന് 2 കൊടുക്കാതെ 1 കൊടുക്കണം. ഇത് കൊടുക്കാൻ വിളിച്ചപ്പോൾ തന്നെ അക്ബർ പറഞ്ഞു, തൊഴിലാളികൾ അടിമകളല്ല, ബൂഷുവ മുതലാളിയാണ്, പണിയെടുത്തിട്ടും കാശൊന്നും തരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നോറ പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ കാശൊക്കെ കൊടുത്തല്ലോ, നിങ്ങൾ അത്രയും പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമാണ് തരാത്തത്, കോയിൻ തരാത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും ഞാൻ കൊടുത്താണ്, ഇന്ന് നിങ്ങൾ അതന്നെയല്ലേ ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് ഇംഗുലാം ഇതൊക്കെ വിളിക്കുന്നുണ്ട്, അതൊക്കെ കാണിക്കുന്നുണ്ട്. ഭൂഷ നേതാവാണ്, പണിയെടുത്ത ജോലിക്കാർക്ക് പൈസ കൊടുക്കണില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്തത് കാണിക്കുന്നുണ്ട് BB സർക്കസിൻ്റെ 2ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ടാസ്കിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. അതായത് കഴുത സിംഹത്തിൻ്റെ, അതായത് ഇന്നലെ സിംഹം മറ്റേ രാജ്ഞിയായിട്ട് അങ്ങനെയൊക്കെ നിൽക്കുക, അവർ ഓരോ ടാസ്ക് ചെയ്തിരുന്നല്ലോ, അതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ. അതായത് കഴുത സിംഹത്തിൻ്റെയും സിംഹം ആടിൻ്റെയും ആട് നായയുടെയും നായ കുരങ്ങൻ്റെയും കുരങ്ങൻ ആനയുടെയും ടാസ്ക്കാണ് ചെയ്യേണ്ടത്. അതായത് ഇവരൊക്കെ ചെയ്തത് ഷഫിൾ ചെയ്ത് പോയി, വേറെ വേറെ ആയി, ഓരോരുത്തരും വേറെ വേറെ ചെയ്യേണ്ടി വന്നു. ആനയ്ക്കുള്ള ടാസ്ക് എന്താണെന്ന് പിന്നെ പറയാമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ടാസ്ക് എല്ലാവരും ചെയ്ത്. ആനയ്ക്കുണ്ടായിരുന്ന ടാസ്ക് എന്താണെന്ന് വെച്ചാൽ കപ്പടുക്കിയിട്ട് ഇങ്ങനെ 2 കയ്യിൽ ഇങ്ങനെ വെക്കണതായിരുന്നു ആനയ്ക്കുള്ള ടാസ്ക്. സോ നല്ല എൻ്റർടൈനറായിട്ട് ചെയ്യുകയൊക്കെ ചെയ്ത്. എന്നിട്ട് അവിടെ കോയിൻ കൊടുക്കേണ്ട സമയത്ത് ബിന്നി വന്നിട്ട് കഴുത, പട്ടി, ആട്, അതായത് കഴുത വന്നിട്ട് പ്രവീൺ, പട്ടി ആര്യൻ, ആട് അനുമോള് ഇവർക്ക് കൊടുത്തു ബിന്നി. അടുത്തതായിട്ട് ജിഷിൻ വന്നിട്ട് റിംഗ് മാസ്റ്റർ, ആര്യൻ പിന്നെ അവർക്ക് കൊടുത്തു, ഗോൾഡ് കോയിൻ അവർക്കാണ് കൊടുത്തത്. അതിനുശേഷം പിന്നെ ആടിനും കൊടുത്തു, നമ്മുടെ അനുമോൾക്കും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദില വന്നിട്ട് ആട്, കഴുത, സാബമാൻ ഇവർക്ക് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത് കിട്ടിയത്. ഇതിൽ ഒട്ടും ഗോൾഡ് കോയിൻ കിട്ടാത്തത് ആനക്കാണ്. നമ്മുടെ റെനാക്കു ഒരു ഗോൾഡ് കോയിനും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ജിസേൽ കിച്ചണിൽ വർക്ക് ചെയ്യുന്നതാണ്. വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബിന്നി ചോദിക്കുന്നുണ്ട്, ജിസേൽ വാഷ്റൂം ഏരിയയിലാണ് വർക്ക് ഉള്ളത്,
ആ ടീമിലാണ് ജിസേൽ. പക്ഷെ ജിസേലിന് ഇഷ്ടമുള്ളപ്പോൾ വന്ന് കിച്ചണിൽ കയറിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നേരത്തെ തന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം, ടാസ്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാവരും ഇരിക്കുന്ന ടൈമിൽ നമ്മുടെ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല, ലൈവിൽ ഇവരിനെ മാത്രം ഫോക്കസ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഉറങ്ങായിരുന്നു. നമ്മുടെ ജിസയിലായാലും അക്ബർ, നൂറ, അനുമോൾ എല്ലാവരും ഉറങ്ങുകയും ഇവർ രണ്ടുപേരും മാത്രം ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഉറങ്ങണ കണ്ടിട്ട് ബിന്നിയും റനയും പറയുന്നുണ്ട്, ഇപ്പം നമ്മുടെ കണ്ടന്റ് പോണതുകൊണ്ടാണെന്ന് തോന്നുന്നു, അവർ ഉറങ്ങണത് കൊണ്ട് കുഴപ്പമില്ല, ബിഗ് ബോസ് ഒന്നും പറയുന്നില്ല, പട്ടി കുരക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇവരെന്താ സംസാരിച്ചിരുന്നതെന്ന് വെച്ചാൽ, ജിസയിലും ആര്യനും ഇവിടെ വളരെ ഇതായിട്ടാണ് കളിക്കുന്നത്. അവരുടെ അടിമകളെ പോലെയാണ് നമ്മളെ കാണുന്നത്. അവർക്ക് തോന്നുമ്പോൾ കിച്ചണിൽ വരുന്ന ഫുഡ് ഉണ്ടാക്കുന്നു, അവർക്ക് വേണ്ടത് എടുത്തു വെക്കുന്നു, എല്ലാം ചെയ്യുന്നു. ആരും അതിനെക്കുറിച്ചിട്ട് പറയാൻ പോകുന്നില്ല. ജിസേലിനെ എതിർത്ത് ആരും ഇവിടെ സംസാരിക്കുന്നില്ല. നമ്മളെയൊക്കെ വെറും സ്ലേവ് ആയിട്ടാണ് കാണുന്നത്. അവർ എന്താണെന്ന് വെച്ചാൽ അവർ ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കുന്നു, നമ്മളത് തിരിച്ച് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് തരുന്നു. പക്ഷേ ഇത് നമ്മളിവിടെ നിർത്തിക്കണം. ഏതൊരു കാര്യത്തിനും ജിസേലിനെ ആരും ഇത് പറയുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിൽ കാണിക്കുന്നത്. കിച്ചണിൽ ജിസയിൽ ആലു പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. നമ്മളും കാണുന്നുണ്ട്, ഈ കുറേ എപ്പിസോഡിലൊക്കെ കാണിക്കുന്നുണ്ട്, ഈ ജിസയിലിന് വേണ്ടിയിട്ട് ആര്യൻ ഒരു ബൗൾ നിറച്ച് കറി എടുത്തിട്ട് പോകുന്നതും ഫുഡ് മാറ്റി വെക്കുന്നതും. അങ്ങനെ മാറ്റി വെക്കണവർക്ക് ഇന്നലെ മാത്രം ചോറ് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട് കിട്ടിയില്ല? അതും റെന അവിടെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് അവർക്ക് ചോറ് കിട്ടില്ല? കാരണം അവർക്ക് ഇഷ്ടം പോലെ ആലു പൊറോട്ട ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ട് ചോറ് എല്ലാവർക്കും വാരിക്കൂരി ഇടുകയും അവർക്ക് രണ്ടുപേർക്ക് മാത്രം ചോറില്ല എന്നുള്ള കാര്യം പറഞ്ഞാൽ അവർക്ക് ആലു പൊറോട്ട ഉണ്ടാക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് അങ്ങനെ അവർ ചെയ്യണത്. അത് നമുക്ക് നിർത്തണമെന്ന് ബിന്നിനോട് പറയുന്നത് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിൽ കാണിക്കുന്നുണ്ട് ആലു പൊറോട്ട ഉണ്ടാക്കുന്നത്. ആലു പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ബിന്നി പറയുന്നുണ്ട്, അപ്പം വഴക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ ബിന്നി പറയുന്നുണ്ട്, ഇവിടെ വഴക്കുണ്ടാക്കാൻ പറ്റില്ല, വഴക്കുണ്ടാക്കിയും കൊണ്ട് ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലാതെ ഉണ്ടാക്കുകയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പാനൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ജിസലിൻ്റെ കയ്യിൽ നിന്ന് പാനൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പ്രവീണാണ് കുക്കിംഗ് ടീമിൻ്റെ ക്യാപ്റ്റൻ. പ്രവീണോട് പറയുന്നുണ്ട്, ഇവൾക്ക് ആരാണ് ഇവിടെ അധികാരം കൊടുത്തത്? ഇവൾ കുക്കിംഗ് ടീം അല്ലല്ലോ, പിന്നെ എന്തിനും ഇവൾ ഇവിടെ വന്ന് ഉണ്ടാക്കണമെന്ന് ചോദിക്കുമ്പോൾ പ്രവീൺ പറയുന്നുണ്ട്, ജിഷിന് ഉച്ചയ്ക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ജിഷിനാണ് പറഞ്ഞത് ജിസേലിൻ്റെ ആലു പൊറോട്ട വേണം, അപ്പോൾ ജിഷിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണതെന്നായി. അപ്പോൾ അതിൻ്റെ ജിഷേന് വേണ്ടിയിട്ട് ആലു പൊറോട്ട ഉണ്ടാക്കുക, കൂടെ ഇവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ചോദിക്കില്ലല്ലോ ആരും, കാരണം ജിഷിന് വേണ്ടിയിട്ടാണ്, ജിഷിൻ്റെ മേലേക്കാണ് കുറ്റം പോവുള്ളൂ. അങ്ങനെ അപ്പോൾ അതിൻ്റെ പേരിൽ റെന വന്ന് ചോദിക്കുന്നുണ്ട്, എപ്പോഴും ഇവിടെ സ്പെഷ്യൽ ഫുഡാണ് രണ്ടുപേർക്ക് മാത്രം, ബാക്കി എല്ലാവരും എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകണം, കറിയാണെങ്കിലും കിട്ടൂല എന്നുള്ള രീതിയിലൊക്കെ റെന വന്ന് സംസാരിക്കുന്നത്. പിന്നെയും ഒരുപാട് സംസാരിക്കുന്നുണ്ട്, എപ്പോഴും ഞങ്ങൾ കാണുന്നുണ്ട്, പക്ഷേ ഫുഡിൻ്റെ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിടുകയാണ്, പക്ഷെ ഇനി ഇത് വിടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ജിസയിൽ ഷട്ടപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ജിസേലിൽ വാഷ്റൂം ടീമാണ്, ജിസേലിന് കിച്ചണിൽ വന്നിട്ട് വർക്ക് ചെയ്യാനുള്ള ഇതില്ല. അപ്പോൾ പ്രവീണാണ് അധികാരം കൊടുത്തത്. അപ്പോൾ അതിൻ്റെ പേരിൽ സംസാരം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ജിഷിൻ പറയുന്നുണ്ട്, എനിക്ക് ഫുഡ് വേണ്ട, ഉച്ചക്കും ഫുഡ് വന്നില്ല, ഇവർ ടാസ്ക് ചെയ്യണത് കാരണം ഇവർക്ക് ഫുഡ് കിട്ടിയിട്ടില്ല, എടുത്തു വെച്ച ഫുഡ് ബാക്കി ആരോ കഴിക്കുകയും ചെയ്തിട്ടുണ്ട്, അപ്പോൾ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് എനിക്കിത് വേണമെന്ന് പറഞ്ഞത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ആ പ്രശ്നത്തെ, അതായത് ജിസയിൽ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുന്ന പ്രശ്നത്തെ നേരെ ജിഷേൻ്റെ തലക്ക് കെട്ടിവെച്ച് ജിഷീൻ്റെ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് അനീഷ് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ഈ ആര്യൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ലൈവിൽ കണ്ടാണ്, ആര്യന് ഫുഡ് കഴിച്ചിട്ട് പതുക്കെ ആ പാത്രം വെച്ചിട്ട് മിണ്ടാതെ ഇറങ്ങിപ്പോയി. അപ്പോൾ ആര്യനാണ് ഇവിടെ പാത്രം കഴുകാത്ത ആൾ, കപ്പ് കഴുകാത്ത ആളൊക്കെ ആര്യനാണ്. ഇത് അനീഷ് നോക്കി നിൽക്കുകയും പിടിക്കുകയും ചെയ്തിട്ട് പറഞ്ഞ്, കഴുകടാ, നീ പാത്രം കഴുകടാ, നിന്റെ പാത്രമാടാ, ഞാൻ കണ്ടാടാ, എൻ്റെ കൺമുന്നിലാടാ നീ കൂടാ, അപ്പോൾ ക്യാമറ നോക്കൂ, അത് നോക്കൂ, ഇത് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനും നോക്കേണ്ട ആവശ്യം, നീ എൻ്റെ കൺമുന്നിലാണ് ഇവിടെ പാത്രം കൊണ്ടുവന്ന് വെച്ചിട്ട് നൈസായിട്ട് പോര്, നീ പാത്രം കഴുകിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ അനീഷ് പറഞ്ഞ് അവിടെ നിർത്തി ആര്യനെ കൊണ്ട് പാത്രം കഴുകിച്ചിട്ടാണ് വിട്ടുള്ളൂ. ആ ഒരു ഇത് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത കാണിക്കുന്നത് റെന, ബിന്നിയും അവരൊക്കെ ഇരുന്നിട്ട് സംസാരിക്കുകയാണ്. കുറേ നാളായി ഇത് തുടങ്ങിയിട്ട്, രണ്ടുപേരും മാത്രം എപ്പോഴും സാധനങ്ങൾ എടുത്തു വെക്കുന്നു, മറ്റുള്ളവർക്ക് ഉണ്ടോ ഇല്ലേ എന്നൊന്നും നോക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കണതിൻ്റെ ഇടയിൽ ബിന്നി വന്നിട്ട് ആര്യൻ ബൗളിൽ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ബിന്നി വന്നിട്ട് പറഞ്ഞിട്ട്, ഞങ്ങൾക്ക് കറിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് കറി വേണം, ഞങ്ങൾ കിച്ചൺ ടീമിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് അവസാനം ഒന്നും കിട്ടുന്നില്ല പറഞ്ഞിട്ട് കറി വാങ്ങാൻ വന്നപ്പോൾ നമ്മുടെ ആര്യൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കാണ് ഇന്ന തിന്നോ എടുത്തോ എന്നുള്ള രീതിയിൽ ഭയങ്കര
ഭയങ്കര റൂഡായിട്ടാണ് തിരിച്ച് അവരോട് പെരുമാറുന്നതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇവർ പറയണത് ഞങ്ങൾ ഫുഡിൻ്റെ കാര്യമില്ലെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ കയറിയിട്ട് ഒരു ചെറിയൊരു നാരങ്ങ ചോദിച്ചിട്ടും കൂടെ പ്രവീണേട്ടൻ തന്നില്ല. പക്ഷെ അവർക്ക് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാൻ കയറിയപ്പോൾ പ്രവീണേട്ടന് കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ആര്യൻ എണീച്ച് വന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ റെന നേരത്തെ പറഞ്ഞായിരുന്നു ഇവർ ഉച്ചയ്ക്ക് മാത്രം ചോറ് തിന്നിട്ടില്ല, ബാക്കി എല്ലാവർക്കും ചോറ് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്, അത് ഇവർ കൊടുത്തതിൻ്റെ ഇതാണ്, ഇവർക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് റെന ഫസ്റ്റ് അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെയിം കാര്യം ആരും വന്ന് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഫുഡ് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ആലു പൊറോട്ട ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആലു പൊറോട്ടൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ റെന തിരിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങളല്ലേ കിച്ചൺ ടീം, അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് വേണമെന്ന് നിങ്ങൾക്ക് അറിയില്ലേ, നിങ്ങൾക്ക് കുറച്ച് നിങ്ങളെപ്പോഴും മാറ്റി വെക്കുന്നതല്ലേ, കുറച്ച് മാറ്റി വെക്കണ്ടേ എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ, എന്നിട്ട് റെന പറയുന്നുണ്ട് നിങ്ങളെപ്പോഴും കറിയൊക്കെ മാറ്റി വെക്കാറുണ്ടല്ലോ പറയുമ്പോൾ ജിസേൽ മാറ്റും. അപ്പോൾ ജിസേൽ പറഞ്ഞു, അയ്യോ ഞാനല്ല ആര്യനെ മാറ്റി വെക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ജിസേൽ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരെ. കാരണം ഇവർക്കെതിരെ ആരെയും നിർത്തുന്നില്ല, എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ടോ ഈ പറഞ്ഞ ഇനി അവർക്കെതിരെ സംസാരിക്കണ്ട എന്നുള്ള രീതിയിൽ ആക്കി വെക്കുകയാണ് ജിസേലും ആര്യനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതാണ്, ഇനി മുതൽ അനീഷ് പറയുന്നുണ്ട്, ഇനി മുതൽ ആര്യനും ജിസയിലും ചോറ് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളവർക്ക് കൊടുത്താൽ മതി, അവർക്ക് മാത്രം എന്തെങ്കിലും ചോറ് കിട്ടാണ്ട് എന്നും ആലു പൊറോട്ട എന്നുള്ള രീതിയിൽ അനീഷ് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതാണ് ആദില, നൂറ, ഷാനവാസ് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അതിലെ പറയുന്നുണ്ട്, ഷാനവാസ്ക എൻ്റെ കയ്യിലൊരു മുറിയായിട്ട് പോലും ഷാനവാസ്ക എന്താന്ന് പോലും ചോദിച്ചില്ലല്ലോ, മാറിയോ ചോദിച്ചോ, ഒന്നും ചോദിച്ചില്ല, എന്താ ഷാനവാസ്ക അങ്ങനെ ചെയ്തെന്നൊക്കെ പറയുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഗെയിം കളിക്കുന്നു, ഞാൻ എൻ്റെ ഗെയിം കളിക്കുന്നു, നിങ്ങളുടെ ഗെയിം നന്നായി നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്, ആ ഗെയിം നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ. എന്നിട്ട് ഷാനവാസ് അതിലൂടെ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ഗെയിം കണ്ടോ, എന്താന്ന് നിങ്ങൾ കണ്ടോ, ഞാൻ എന്താ ഗെയിം കളിച്ചതെന്ന് വെച്ചാൽ എനിക്ക് അനന്തരന മുതലാളിയുടെ അല്ലെങ്കിൽ കമ്പനിക്കെതിരെയും പറഞ്ഞിട്ടില്ല, യൂണിയൻ ലീഡറിനെതിരെയും പറഞ്ഞിട്ടില്ല, ഞാൻ അവിടെ സൈലൻ്റായി നിൽക്കുകയാണ് ചെയ്തത്, അതായിരുന്നു എൻ്റെ ഗെയിം. ഒരാൾ പോലും അങ്ങനെ ചെയ്തില്ല, ഒന്നില്ലെങ്കിൽ മുതലാളിയുടെ കൂടെ നിന്നു അല്ലെങ്കിൽ യൂണിയൻ ലീഡറിൻ്റെ കൂടെ നിന്ന് ഉപദ്രവിക്കുകയോ ചെയ്തു. പക്ഷെ ഞാൻ കമ്പനിക്കെതിരായിട്ട് ഉപദ്രവം ചെയ്യുകയോ സാധനങ്ങൾ വലിച്ചെറിയുകയോ ചെയ്തില്ല, യൂണിയൻ ലീഡറിനെതിരായിട്ടും സംസാരിച്ചിട്ടില്ല, പണിയെടുക്കേണ്ടതാണ് പണിയെടുത്തില്ല, അത്രേ ഉള്ളൂ, ഞാൻ മാത്രമേ അവിടെ അങ്ങനെ ചെയ്തുള്ളൂ, അതായിരുന്നു എൻ്റെ ഗെയിം എന്നുള്ള രീതിയിലൊക്കെ പറയണത് വെച്ചിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് കഴിഞ്ഞത്. സോ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ ലൈക്കും കൂടെ ചെയ്യണേ. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് കൂടെ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.